പകുതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ക്രൈംബ്രാഞ്ച്. തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. മൂവാറ്റുപുഴ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? അനന്തുകൃഷ്ണനിലേക്ക് മാത്രം ഒതുങ്ങുകയാണോ അന്വേഷണം? എന്താണ് മനസ്സിലാക്കേണ്ടത്? നിലവിൽ അനന്തുകൃഷ്ണനിലേക്കാണ് ഈ അന്വേഷണം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ അനന്തുകൃഷ്ണനെ മാത്രം ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പ്രതികളുണ്ടെങ്കിലും അവരുടെ ആരുടെയും അറസ്റ്റിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം ക്രൈംബ്രാഞ്ച് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കാമെന്നാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച 5 ദിവസത്തേക്ക് അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ കോടതിയിൽ ക്രൈംബ്രാഞ്ച് അപേക്ഷ സമർപ്പിക്കും. തുടർന്ന് അനന്തുകൃഷ്ണൻ ഏതെല്ലാം രീതിയിലാണ് പണം ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം. ഇതിൽ തന്നെ രാഷ്ട്രീയക്കാർക്കും ഒപ്പം തന്നെ നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുള്ള പണത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകില്ല. പക്ഷേ അവർക്ക് കൊടുത്തിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് ക്രൈംബ്രാഞ്ച് അറിയും. പക്ഷേ അത് ഒരു അന്വേഷണത്തിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭാവനയായി ഗിഫ്റ്റായി കൊടുത്ത മണിയാണ്, പൈസയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കൊരു അന്വേഷണം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ആനന്ദ് കുമാർ അടക്കമുള്ള അവരുടെ അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നുമില്ല. ആനന്ദ് കുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ പോലീസ് ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു അറസ്റ്റിലേക്ക് പോകേണ്ട, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്, അതിലൊരു തീരുമാനമായിട്ട് മതി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നത്. ആനന്ദ് കുമാറോടൊപ്പം തന്നെ അനന്തുകൃഷ്ണനിൽ അനന്തുകൃഷ്ണനുമായി മറ്റു പ്രതികളായിട്ടുള്ള ആളുകളുടെയും അറസ്റ്റ് ഉണ്ടാവില്ല. അതേസമയം അനന്തുകൃഷ്ണൻ ചെലവഴിച്ചിട്ടുള്ള പണം അത് കണ്ടെത്താനുള്ള നീക്കം തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിച്ചമുള്ള പണം എങ്ങോട്ടേക്ക് ഇയാൾ മാറ്റി എന്നുള്ളതിനെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം ശക്തമാക്കും. അനന്തുകൃഷ്ണൻ്റെ ഓഫീസുകളിലടക്കം ഇന്നലെ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. അതിന് മുന്നത്തെ ദിവസവും പരിശോധന നടത്തിയിരുന്നു. 6 ലാപ്ടോപ്പ് അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്, വിവിധ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അനന്തുകൃഷ്ണൻ പണം വാങ്ങിയതിൻ്റെ കണക്കുകളും പണം ചെലവഴിച്ചതിൻ്റെ കണക്കുകളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുക. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.